ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് നമ്മളൊരു ബ്ലൗസിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങുമാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് ബ്ലൗസ് മെറ്റീരിയൽ. അപ്പോൾ ഇതിന് ലൈനിങ് ഇട്ട് കൊടുക്കണം. നമ്മൾ ലൈനിങ് ആണ് ആദ്യം കട്ട് ചെയ്യുന്നത്. അപ്പോൾ ലൈനിങ് നമുക്ക് വാങ്ങിക്കുമ്പോൾ കിട്ടുമ്പോൾ അതേ വിധത്തിൽ തന്നെ ഞാൻ ഇതുപോലെ വെച്ചിരിക്കുന്നു. എന്നിട്ട് നമുക്ക് ഈ താഴ്ഭാഗത്ത് ഈ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് 1/2 ഇഞ്ച് വരച്ചു കൊടുക്കണം കേട്ടോ. 1/2 ഇഞ്ച് വരച്ചു. ഈ ബ്ലൗസിൻ്റെ ലെങ്ത്ത് നമുക്ക് ടോട്ടൽ 15 ഇഞ്ച് അടയാളപ്പെടുത്താം. ടോട്ടൽ 15 ഇഞ്ച്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് തയ്യൽ തുമ്പ് ഇവിടെ പോകും, ഇവിടെയും പോകും. ബാക്കി നമുക്ക് 14.25 ഇഞ്ച് കിട്ടും. അതുപോലെ ഇവിടെയും 15 ഇഞ്ച് അടയാളപ്പെടുത്തണം. എന്നിട്ട് നീട്ടി വരച്ചു. ഇനി ഷോൾഡർ എടുക്കണം. ഷോൾഡർ 6 ഇഞ്ചാണേ. ആ 6 ഇഞ്ച് താഴേക്കും അടയാളപ്പെടുത്താം. എന്നിട്ട് ഇങ്ങോട്ടേക്ക് നീട്ടി വരച്ചു. എന്നിട്ട് ഈ 6 ഇഞ്ച് വരുമ്പോൾ ഇവിടെയും ഒന്ന് അടയാളപ്പെടുത്താം. ചെസ്റ്റ് വണ്ണം 38 ആണ്. 38ൻ്റെ കൂടി 4 ഇഞ്ച് കൂട്ടി 42 ഇഞ്ച് അടയാളപ്പെടുത്തണം. അപ്പോൾ 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തു. 32 ഇഞ്ചാണ് താഴെ. അവിടെ നമുക്ക് ലൂസൊന്നും ആവശ്യമില്ല. അപ്പം അതുകൊണ്ട് 32 തന്നെയാണ് വേണ്ടത്. പിന്നെ അതുകൂടാതെ നമുക്ക് ടക്ക് അടിക്കാനായിട്ട് ഒരു 3/4 ഇഞ്ച് കൊടുത്തു. അതിനുശേഷം ഞാൻ 2 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തു തയ്യൽ തുമ്പ്. എന്നിട്ട് ഇത് തമ്മിൽ ജോയിൻ ചെയ്യണം. ഇനി നമുക്ക് ഇവിടുത്തെ ആം ഹോൾ നോക്കണം. ആം ഹോള് നമുക്ക് ഇതിൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കാം. 6 ഇഞ്ചല്ലേ, അതിൻ്റെ 3 ഇഞ്ച് നോക്കുക. എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കും. ഇനി കൈക്കുഴി കറക്റ്റാണ്. കൈക്കുഴി നമുക്ക് 17 ഇഞ്ചാണ് വേണ്ടത്. ഇതല്പം കൂടുതലുണ്ട്. ഒരു 5.25 5.5 മാർക്ക് ചെയ്യുക. എന്നിട്ട് അത് അങ്ങോട്ട് വരച്ചു. എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ നോക്കാം. എന്നിട്ട് ഇവിടെ നിന്നും ഇങ്ങോട്ടേക്ക് ഷേപ്പ് ചെയ്യാം. ഇവിടെ തയ്യൽ തുമ്പ് കഴിച്ചിട്ട് നമ്മൾ ഇവിടെ നിന്ന് ടേപ്പ് വെച്ച് 16-17 ഇഞ്ച് കറക്റ്റ് കിട്ടി. അപ്പം 5.5 ഇതിൻ്റെ കൈക്കുഴി. ഇനി നമുക്ക് ബാക്ക് നെക്ക് അടയാളപ്പെടുത്താം. ബാക്ക് നെക്ക് നമ്മൾ 9.25 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് കഴുത്തകലം കൊടുക്കാനായിട്ട് ഇതിന് ഒരു 2.25 ഇഞ്ച് ഷോൾഡർ കൊടുക്കണം. ഇതുപോലെ. അപ്പോൾ തയ്യൽ തുമ്പ് കഴിച്ചിട്ട് ഞാൻ 2.25 ഇഞ്ച് അടയാളപ്പെടുത്തി. അപ്പോൾ അതിൻ്റെ തയ്യൽ തുമ്പ് ഇവിടെ, ഇതിൻ്റെ തയ്യൽ തുമ്പ് ഇവിടെയും ഇവിടത്തേന് തയ്യൽ തുമ്പ് ഇവിടെയും കിട്ടി. അപ്പോൾ ടോട്ടൽ 3 ഇഞ്ച് ഞാൻ ഇതിനു വേണ്ടി ഷോൾഡറിന് വേണ്ടിയിട്ട് മാറ്റി. ബാക്കിയുള്ളതാണ് നെക്ക് അകലമായിട്ട് എടുക്കുന്നത്. അത് 2.25 ഇഞ്ച് ഉണ്ട്. ആ 2.25 ഇഞ്ച് താഴേക്കും അടയാളപ്പെടുത്തി. ഇവിടെ 2.25 അടയാളപ്പെടുത്തിയതിന് ശേഷം ഇത് താഴേക്ക് വരച്ചു കൊടുക്കാം. ഉണ്ടോ? ഇനി ഇവിടെ നിന്ന് ഇതുപോലൊന്ന് ഷേപ്പ് കൊടുക്കണം കേട്ടോ. ഇതുപോലൊരു നെക്കാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇത് കട്ട് ചെയ്തെടുക്കണം. നമ്മളപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു അടയാളം കൊടുക്കുക. ഇനി നമുക്ക് തുണി ഇങ്ങോട്ടേക്ക് തിരിച്ചു വെക്കുക. നമ്മൾ ഇവിടെ നിന്നല്ലേ കട്ട് ചെയ്തെടുത്തത്. ഇത് ഇങ്ങനെ തിരിച്ചു വെച്ചിട്ട് ഇവിടെ ഒപ്പമാക്കി വെക്കുക. ഇനി ഇവിടെ ഒന്ന് ലെവൽ ചെയ്ത് നേരേക്ക് വരയ്ക്കാം. എന്നിട്ട് നമ്മൾ 1/2 ഇഞ്ച് അല്ല 1/4 ഇഞ്ച് ഇത് നമ്മൾ തേര് വശം ഇതങ്ങോട്ട് കട്ട് ചെയ്ത് കളയും. ബാക്കി അകത്ത് വരുന്ന ഈ 1/4 ഇഞ്ചാണ് നമുക്ക് വേണ്ടത്. ഇത് നമ്മൾ വെട്ടിയെടുത്ത പീസ് ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ വെച്ചേക്കണം കേട്ടോ. ഈ ഒരു പോയിന്റിലായിട്ട് ഇങ്ങനെ വെക്കണം.
എന്നിട്ട് അപ്പോൾ ഇവിടെ തുണി വേസ്റ്റ് ആവാതിരിക്കാനായിട്ട് ഇതല്പം മുകളിലേക്ക് കയറ്റി വയ്ക്കും. ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഒരു മാർക്കിംഗ് ഒക്കെ കൊടുക്കാട്ടോ. ഈ ഒരു രീതിയിൽ തന്നെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. ഫ്രണ്ടിനൊക്കെ വേറെയാണല്ലോ, അപ്പം നമ്മൾ കൈക്കുഴി ഇത് എല്ലാം മാർക്ക് ചെയ്തിട്ടാ. എന്നിട്ട് ഇതെടുത്ത് മാറ്റാം. എന്നിട്ട് ഇനി ഇത് നേരെ താഴേക്ക് വരച്ചു കൊടുക്കണം കേട്ടോ. ഇനി ഇവിടെ നമ്മൾ ഈ പോയിന്റ് അടയാളപ്പെടുത്തിയിരുന്നില്ലേ ബാക്ക് പീസിന്റെ, അതൊന്ന് നേരെയാക്കി കൊടുക്കാം. ഇവിടെ നേരെ ഇങ്ങോട്ട് താഴേക്ക് വരക്കാം. ഇവിടെയും ഇത്രയും. ഇനി ഇവിടെ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് ഒരു 1.5 ഇഞ്ച് കൂടുതൽ അടയാളപ്പെടുത്തണം. എന്നിട്ട് അത് നേരെ വരക്കാം. ഫ്രണ്ടിനൊക്കെ അടയാളപ്പെടുത്താം. അത് 7.5 ഇഞ്ചാണ്. അപ്പം നമ്മൾ ഇവിടെ നിന്നും, ഇവിടെ ഇതാണല്ലോ ഷോൾഡർ, നമ്മൾ ഇതാണ് ഷോൾഡർ. അപ്പം ഇവിടെ നിന്നും താഴേക്ക് 7.5 ഇഞ്ചാണ്. ഇവിടെ വരും. ഇത് നേരെ വരക്കുക. എന്നിട്ട് നമ്മൾ ഇവിടെ കൊടുത്തത് 2.25 ഇഞ്ചല്ലേ ഇരുന്ന, അപ്പം അതിലും ഈ 1/4 ഇഞ്ച് വിട്ടതിന് ശേഷം 2.25 ഇഞ്ച് നോക്കാം. എന്നിട്ട് ഇതിങ്ങോട്ടേക്ക് നേരെ വരക്കുക. ഇത് സാധാ റൗണ്ട് നെക്കാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ റൗണ്ട് കൊടുത്തു. ഇനി നമുക്ക് ടക്ക് പോയിന്റ് അടയാളപ്പെടുത്താം. ടക്ക് പോയിന്റ് ഇതുപോലെ ഇവിടെ മുകളിൽ ഈ ഫ്രണ്ട് നെക്കിൻ്റെ ഈ ഒരു ജോയിന്റ് ഭാഗമില്ലേ, അവിടെ നിന്നും ഷോൾഡറിൽ നിന്നും ഇതുപോലെ ഒരു മൂല ചേർന്ന് ഇതുപോലെ അരയിഞ്ച് വിട്ടതിന് ശേഷം പിടിച്ചിട്ട് താഴേക്ക് 10 ഇഞ്ച് ബോഡിയിൽ നിന്നും എടുത്ത അളവാണ് 10 ഇഞ്ച് അടയാളപ്പെടുത്തി. അപ്പോൾ ഇത് ഇവിടെ നിന്നും 38 അല്ലേ, അപ്പോൾ ഇത് കറക്റ്റാണ്. ആ 38 ഇഞ്ച് താഴേക്കും അടയാളപ്പെടുത്താം. ഇങ്ങനെ വരച്ചു കൊടുക്കുക. ഇനി നമുക്ക് കട്ടിങ്ങിൻ്റെ അളവ് നോക്കാനുണ്ട്. കട്ടിങ്ങിൻ്റെ ലൈൻ വരയ്ക്കാനായിട്ട് ഒരു 14 ഇഞ്ചിൽ അടയാളപ്പെടുത്തുക. എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് മുകളിലേക്ക് ഒരു 3 ഇഞ്ച് അടയാളപ്പെടുത്തിയാൽ മതി കേട്ടോ. എന്നിട്ട് ഇവിടെ നിന്നും ഈ നമ്മുടെ ശരിക്കുള്ള ലൈൻ ഇതല്ലേ, ഇവിടെ നിന്നും ഒരു 3 ഇഞ്ച് മുകളിലേക്ക് കൊടുക്കുക. ഈ ഭാഗത്തും ഒരു 3 ഇഞ്ച് മുകളിലേക്ക് കൊടുക്കുക. ഇനി നമുക്ക് ഇവിടെ നിന്നും ഒരു 1.25 ഇഞ്ച് ഈ ലൈനില്ലേ നമ്മൾ നേരെ വരച്ചത്, അതിൽ നിന്നും 1.25 ഇഞ്ച് ഇങ്ങോട്ടേക്കും 1.25 ഇഞ്ച് ഇങ്ങോട്ടേക്കും ടക്കിൻ്റെ വീതി അടയാളപ്പെടുത്തണം കേട്ടോ. എന്നിട്ടാണ് നമ്മൾ ഇങ്ങനെ വരച്ചതിന് ശേഷമാണ് ഈ 3 ഇഞ്ചിൽ നിന്നും ഇങ്ങോട്ടേക്ക് മുട്ടിച്ചു കൊടുക്കണം. ഇവിടെ സ്ട്രെയിറ്റ് ആയിട്ടല്ല, ഇവിടെ ഇതുപോലെ ഒന്ന് കർവ് പോലെ വരച്ചു കൊടുക്കുക. ഇനി ടക്കിൻ്റെ പോയിന്റ് അടയാളപ്പെടുത്താം. അപ്പം നമ്മൾ ഈ 1.25 ഇഞ്ച് അടയാളപ്പെടുത്തിയില്ലേ, അപ്പം നമ്മൾ ഇവിടെ നിന്നും ഒരു 1.5 ഇഞ്ചിൽ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യുക. അതുപോലെ ഇങ്ങോട്ടേക്ക് ഒരു 2.25 ഇഞ്ചോ 2 ഇഞ്ച് മതി. ഇങ്ങോട്ടേക്കും ഞാൻ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചു. ഇവിടുത്തെ പോയിന്റ് ഞാൻ ഇതിന് ശേഷമാണ് ചെയ്യുക. നമ്മൾ ഇതൊന്ന് അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം ഈ ടക്കിൻ്റെ ഈ പോയിന്റ് ഇല്ലേ അടയാളപ്പെടുത്തിയത് ഇതുപോലെ ഒന്ന് നോട്ട് ചെയ്യാം. ഈ 3 പോയിന്റ് നോട്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഈ രണ്ടാമത്തെ ലൈനിലെ ഫസ്റ്റ് ലൈനില്ലേ, അതാണ് നമ്മുടെ ഒറിജിനൽ. അതിലൂടെ ഇങ്ങോട്ടേക്ക് വരിക. അതിനുശേഷം നെക്ക് കട്ട് ചെയ്യാം. ഇനി നമുക്ക് കൈക്കുഴി കുഴിച്ചു വെട്ടാനുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുഴിച്ചു വെട്ടാനായിട്ട് ആദ്യം തന്നെ ഞാനിത് ഒന്ന് നേരെ താഴേക്ക് ലെവൽ ചെയ്ത് വരച്ചു. എന്നിട്ട് ഇതുപോലെ ഒന്ന് അങ്ങോട്ട് മുട്ടിച്ചു കൊടുത്തു. നല്ല കറക്റ്റായിട്ട് കിട്ടും കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ.
ഇനി ഇത് കട്ട് ചെയ്തെടുക്കണം. ഇനി നമ്മൾ ഇവിടുത്തെ പോയിന്റ് അടയാളപ്പെടുത്തിയില്ലല്ലോ, അപ്പോൾ ഇതാ ഇതിന് നേരെ ഇങ്ങോട്ടേക്ക് ഇതുപോലൊന്ന് പിടിക്കുക. എന്നിട്ട് ഇവിടെ കറക്റ്റ് ആണോ നോക്കുക. കണ്ട, കറക്റ്റായിട്ട് കിട്ടുന്നില്ലേ? അല്ലാതെ ഇങ്ങോട്ടേക്ക് പോകാതെ ഒരേ ലെവലിൽ വരുന്ന വിധത്തിൽ ഇത് ഇതുപോലെ മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഒരു നോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഒരു പോയിന്റ് ഇല്ലേ, അവിടെ ഇതുപോലൊന്ന്, ഇതാണ് മൂന്നാമത്തെ ടക്കകലം. ഇത് തന്നെ ഇപ്പുറത്തേക്ക് എടുക്കണം. ഈ കത്രിക വെച്ചിട്ടൊന്ന് കുത്തി കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഇതാ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ഇവിടെ നിന്നുള്ളത് ഇവിടെയാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. കറക്റ്റ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഇത് ഒപ്പം വെച്ചില്ലേ, ഒപ്പം വെച്ചതിന് ശേഷം നമുക്കിവിടെ ഈ ഒരു പോയിന്റ് അടയാളപ്പെടുത്തിയിരുന്നില്ലേ, ഈ ഒരു ലൈൻ എക്സ്ട്രാ വരച്ചത്, അതിലേക്ക് ഇവിടെ നിന്നും ചെറുതായിട്ടൊന്ന് ചെരിച്ച് ഇതാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക. ഇതാണ് ഫ്രണ്ട് കട്ടിങ്. ഇനി നമുക്ക് ബാൻഡ് കട്ട് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ വരച്ചിട്ടില്ലേ, ആ വരച്ചിട്ടതിൽ നമ്മൾ 32 ഇഞ്ചാണ് ബാക്കിൽ എന്താണ് ഷേപ്പ് വണ്ണം അല്ലേ. അത് ആ 32 ഇഞ്ച് ഇവിടുത്തെ 1/2 ഇഞ്ച് വിട്ടതിന് ശേഷം 32 ഇഞ്ച് ഇവിടെ വരും. പിന്നെ അതുകൂടാതെ നമ്മൾ തയ്യൽ തുമ്പ് 2 ഇഞ്ച് അത് ഇവിടെ വരും. ശരിക്കും ഈ ഒരു ലൈൻ ഇങ്ങോട്ട് നേരെ വരച്ചിട്ട് അത് ഇങ്ങോട്ട് എടുത്താൽ മതി. ഇവിടെ നിന്നും കട്ട് ചെയ്യാം, നേരെ അങ്ങോട്ട് കട്ട് ചെയ്യാം. അപ്പം ഈ അളവൊന്നും നോക്കാൻ നിൽക്കണ്ട. നമ്മൾ ഈ വരച്ച ലൈനില്ലേ, അത് ഇപ്പം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ്. ഈ ലൈൻ തന്നെ നേരെ ഇങ്ങോട്ട് എടുത്താൽ മതി. എന്നിട്ട് ബാക്കി ഉണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ അതങ്ങോട്ട് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. ഇതാണ് നമ്മുടെ കട്ടിങ്. അപ്പം ഈ കട്ടിങ്ങിൽ ഇവിടെ സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്യാനുണ്ട്. ഇത് ഇവിടെ നിന്നും ഒരു 1/2 ഇഞ്ച് ഇറക്കണം. അതായത് ഇവിടെ നിന്നും ഒരു 4 ഇഞ്ച് നമുക്ക് മുകളിലേക്ക് കിട്ടണം. കണ്ടോ? അപ്പം ഇത്രയും നമുക്ക് കട്ട് ചെയ്ത് കളയാനുള്ളതാണ്. അത് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് വേണം കൊടുക്കാൻ. കണ്ടോ? ഇനി ഇത് അതുപോലെ തന്നെ ഈ സൈഡിലും കൊടുക്കണം. നമുക്ക് ഇവിടെ 4 ഇഞ്ചും ഇവിടെ 3.5 ഇഞ്ചും ഇവിടെ ഒരു 3 ഇഞ്ചും കിട്ടിയാൽ മതി. ഇവിടെ ഒരു 3 ഇഞ്ച് കിട്ടും. പിന്നെ നമുക്ക് ഇവിടെ ഒരു 3.5 ഇഞ്ചാണ് കിട്ടേണ്ടത്. അപ്പം ഇവിടെ നിന്നും 3.5 അതായത് നമുക്ക് അങ്ങനെ ഒന്നും നോക്കണ്ട. ഇവിടുന്ന് ഒരു 1/2 ഇഞ്ച്, ഇവിടുന്ന് ഒരു 1/2 ഇഞ്ച് അതങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റുക. ഇതുപോലെ കട്ട് ചെയ്യണം. എന്നിട്ട് ഇവിടെ വന്ന് ഒരേ അളവ് തന്നെ 2 വശത്തുനിന്നും കട്ട് ചെയ്ത് കളഞ്ഞിട്ടാ. എന്നിട്ട് ഇത് ഒന്ന് മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് ഇതിൽ നിന്ന് സ്ലീവ് കട്ട് ചെയ്യാം. ഇതിങ്ങോട്ടേക്ക് കുറച്ച് പൊക്കത്തിലായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. അപ്പം നമുക്ക് ഇവിടെ ഒരു 2 പീസ് ഒന്ന് ജോയിൻ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിൽ 2ലേക്കും ലെവലാണ്, അല്ലാന്നുണ്ടെങ്കിൽ ലെവലാക്കണം. ഇനി നമുക്ക് ഇവിടെ ഒരു 1/2 ഇഞ്ച് വിട്ടു കൊടുക്കണം. 1/2 ഇഞ്ച് തയ്യൽ തുമ്പാണ്. നമ്മൾ ഈ ഒരു മെറ്റീരിയൽ ആണല്ലോ, അപ്പം നമ്മൾ അടിച്ച് മറിക്കുകയാണ് ചെയ്യുക. സ്ലീവിൻ്റെ ലെങ്ത്ത് 10.5 ഇഞ്ചാണ്. ആ 10.5 ഇഞ്ച് ഇതുപോലെ വെക്കുക. അപ്പോൾ നമ്മൾ ഇവിടെ അടയാളപ്പെടുത്തി ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ കൊടുക്കണം തയ്യൽ തുമ്പ്. ആ 10.5 ഇഞ്ച് തന്നെ താഴേക്ക്. അപ്പോൾ ടോട്ടൽ 11.5 ഇഞ്ച്. ആ 11.5 ഇഞ്ച് ഇതുപോലെ അടയാളപ്പെടുത്തുക. നമുക്ക് ഇവിടുത്തെ വണ്ണം 12 ഇഞ്ചാണ്. 12 ഇഞ്ച് ഇവിടെയാണ് വരിക, ഇവിടെ. എന്നിട്ട് തയ്യൽ തുമ്പ് കൊടുക്കണം. നമുക്ക് ഇവിടെ 38 ഇഞ്ചാണ് ചെസ്റ്റ് വണ്ണം വന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം താഴേക്ക് ഇറക്കിയിട്ട് 38, 3.25 ഇഞ്ച് ഞാൻ അടയാളപ്പെടുത്തിയിട്ട് ഇതുപോലെ. ഇനി നമുക്ക് ഇവിടെ നിന്നും ഈ 38 ഇഞ്ച് ഇങ്ങോട്ടേക്ക് എവിടെയാണ് വരിക നോക്കുക. അതാ ഇവിടെ വരും. ഇതിൻ്റെ ഇപ്പം ഈ ഒരു ക്യാപ്പ് വരുന്നത് നമ്മളുടെ കൈക്കുഴിയുടെ ഭാഗമാണ്. അപ്പം അത് കഴിഞ്ഞിട്ടുള്ള ഒരളവ് കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. അത് 14 ഇഞ്ചാണ്. അപ്പോൾ ആ 7 ഇഞ്ച് ഇവിടെ
ഇങ്ങോട്ട് നീക്കുമ്പോൾ ഇവിടെ ഒരു അളവ് 7 ഇഞ്ചിലാണ് വരിക, 14 ഇഞ്ചാണ്. അപ്പം ആ 14 ഇഞ്ച് ഇങ്ങനെയാണ് വരിക നമ്മുടെ സ്ലീവിന്. അപ്പം നമുക്ക് ഇവിടെ ആയിട്ടാണ് സ്ലീവ് ഫിറ്റ് ചെയ്യാനായിട്ട് വരിക. അപ്പം നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് ഈ 3.25 അടയാളപ്പെടുത്തിയില്ലേ, നമ്മൾ ഇവിടെയല്ലേ 38 ഇഞ്ച് ഇങ്ങനെ വരിക. ആ 38 ഇഞ്ച് ഈ 3.25 ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങോട്ടേക്കും ഒന്ന് ചെരിച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ ഒന്ന് ജോയിൻ ചെയ്യുക. കണ്ടോ? ഇത് അങ്ങോട്ട് കട്ട് ചെയ്യാം. ഇനി ഇവിടെ നിന്നും അങ്ങോട്ടേക്കാണ് നമ്മുടെ തയ്യൽ തുമ്പിലേക്ക് ഇവിടെ ജോയിൻ ചെയ്യാനായിട്ട് ഒരു പീസ്, 2 പീസ് ഇവിടെ ജോയിൻ ചെയ്ത് കൊടുക്കണം. ഇനി ഇത് ഇങ്ങനെ വെച്ചിട്ട് ഇതങ്ങോട്ട് കട്ട് ചെയ്യും. തയ്യൽ തുമ്പ് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇവിടെ ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്തിട്ട് ലെവൽ ചെയ്താൽ മതി. ഇതിൽ കട്ട് ചെയ്തെടുക്കണം. അത് വെച്ചിട്ട് ഇതിൽ കട്ട് ചെയ്യാം. ഇനി ഇതിൽ നിന്ന് നമുക്ക് ബാക്കിലേക്ക് വെച്ച് കൊടുക്കാനുള്ള ഒരു കനത്തിന് വേണ്ടിയിട്ട് ഒരു പടി വെച്ച് കൊടുക്കണം. അതിനായിട്ട് ഞാൻ ഇതിങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് 2 ആക്കി എടുക്കാം. ജോയിൻ്റ് ചെയ്യണം. എന്നിട്ട് ഇത് 2 കൂടി ജോയിൻ്റ് ചെയ്തിട്ട് നമുക്ക് മടക്കി അടിച്ചു കൊടുക്കാം. നമുക്ക് ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇതിൻ്റെയൊക്കെ മെയിൻ പീസ് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തെടുത്തിട്ടാണ് ഇതുപോലെ എല്ലാം അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ ബാക്ക് പീസിൽ നമ്മൾ ടക്ക് ഇടാൻ വരച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് ഇതുപോലെ പിടിച്ചിട്ട് ഒന്ന് ടക്ക് ഇട്ട് കൊടുക്കണേ. അതിനുശേഷം ഇതുപോലൊരു പീസ് എടുത്തിട്ട് ഇവിടെ വെച്ച് നേരെ താഴേക്ക് അടിച്ചു വരണം കേട്ടോ. ഇനി നമുക്ക് ഇങ്ങനെ ഇപ്പോൾ ടക്കടിച്ചു, ഇതുപോലെ പീസ് അടിച്ചു. എന്നിട്ടിനി ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ മുകളിലൂടെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. അതിനുശേഷം നമുക്ക് ഇതിന് ടക്ക് ഇട്ട് കൊടുക്കണം. മെയിൻ ടക്ക് നമ്മൾ മാർക്ക് ചെയ്തിരുന്നത് ഇതുപോലെ എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് സ്റ്റിച്ച് ചെയ്യാം. അതുപോലെ ഇവിടുത്തെ ടക്ക് ഇതുപോലെ, ഇവിടെയുള്ള ടക്ക് ഇതുപോലെ 1/2 ഇഞ്ച് വിട്ടതിന് ശേഷം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുക. നമ്മളിത് താഴെ ഇതുപോലെ അടിച്ചു. ഇനി നമ്മൾ ഫ്രണ്ട് പീസ് ടക്കിട്ട് വെച്ചിട്ടുണ്ട്. കണ്ടോ? ഇനി നമുക്ക് ഇതിന് ബാൻഡ് വെക്കണ്ടേ, ആ ബാൻഡ് ഇതുപോലെ എടുക്കാം. നമ്മൾ പീസ് കട്ട് ചെയ്തിരുന്നില്ലേ, അത് ഒരേ ലെവലിൽ 3 പീസ് ഞാൻ എടുക്കും. ഇത് നല്ല വശം, ഇത് ലൈനിങ്. എന്നിട്ട് അത് അങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ ഇവിടെ ലാസ്റ്റ് ഭാഗമല്ലേ, അപ്പോൾ അടുത്തത് നമ്മൾ ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ തുണി വെച്ചതിന് ശേഷം ആ ലാസ്റ്റ് ഭാഗം ഇവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് വരിക. അങ്ങനെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്ത് ഇനി അപ്പോൾ നമുക്ക് ഒരേ കറക്റ്റ് ഇതായിട്ട് കിട്ടൂട്ടാ. അതിനാണ് ഇങ്ങനെ ചെയ്തത്. ഇനി ഇതിനെ ഇങ്ങോട്ടേക്ക് മറിച്ച് മുകളിലൂടെ സ്റ്റിച്ച് ചെയ്യുക. നമ്മൾ ഈ ബാൻഡ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കിട്ടി. കണ്ടോ? ഇനി നമുക്ക് ഇതുപോലെ വരുത്തണം, ഇതിപ്പുറത്തും വരുത്തണം. അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്യുന്നത് ഇതിന് ഇങ്ങനെ വെച്ച് ഇവിടെ വെച്ചിട്ട് ഇങ്ങോട്ടേക്ക് സ്റ്റിച്ച് ചെയ്ത് വരിക. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതിങ്ങനെ വെച്ചടിക്കരുത്. ഇതിനെ ഒന്ന് ഇതുപോലെ ഒന്ന് മടക്കി വെച്ചിട്ട് ഈ ഒരു തുമ്പ് മാത്രം വരുന്ന വിധത്തിൽ സ്റ്റിച്ച് ചെയ്യാം. എന്നാലേ നമുക്ക് ഇവിടെ ഒന്ന് വിടർന്ന് കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ പതിഞ്ഞിരിക്കും. അപ്പോൾ നമുക്കിത് സ്റ്റിച്ച് ചെയ്യാം. നമുക്ക് ഇതുപോലെ കിട്ടി. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കും കേട്ടോ. ബാക്ക് പീസിൻ്റെ ഇതുപോലെ വെച്ചിട്ട് 2 വെച്ച്
ഇങ്ങോട്ടേക്ക് സ്റ്റിച്ച് ചെയ്യും കേട്ടോ. ഷോൾഡർ ജോയിൻ ചെയ്തെടുത്തു. ഇനി നമുക്ക് നെക്കിൻ്റെ ക്രോസ് പീസാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. ഇതുപോലെ അരികു ചേർന്ന് അടിച്ച് വരിക. ഇങ്ങനെ അടിച്ചെടുത്തു. ഇനി നമുക്ക് ഇത് അങ്ങോട്ടേക്ക് തന്നെ വെച്ചിട്ട് ഇതിനെ ഒന്ന് അങ്ങോട്ടേക്ക് ഫോൾഡ് ചെയ്യാം. എന്നിട്ട് ഈ അടുപ്പിൻ്റെ അരികിലൂടെ സ്റ്റിച്ച് ചെയ്യണം. നമ്മളിങ്ങനെ അടിച്ചെടുത്തില്ലേ. ഇനി ഇതിൻ്റെ ഈ പീസിലെ എക്സ്ട്രാ ഉള്ളത് അത് ഇതുപോലെ ഒന്ന് അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ. ഇനി നമുക്ക് ഇതുപോലെ 2 പീസ് എടുക്കുക. അതിൽ ഒരെണ്ണം നമുക്ക് ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന സ്ഥലത്ത് നമ്മൾ ഇതുപോലത്തെ മെറ്റീരിയൽ വെക്കുക, അതായത് നല്ല മെറ്റീരിയൽ. എന്നിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്ത് ഇതുപോലെ വെച്ചതിന് ശേഷം നമുക്ക് ഇതിനെ ഇവിടെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇത് അപ്പുറത്തേക്ക് മറിച്ച് ഹുക്കിടാനുള്ള ആ ഒരു ഇത് ഉണ്ടാക്കാനാണ്. ഈ ഭാഗത്ത് നമ്മൾ ഇതുപോലത്തെ മെറ്റീരിയൽ എടുത്തിട്ട് ഈ ഇത് ഉള്ളിലേക്ക് വെച്ച് ഇവിടെ മുതൽ താഴേക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് ഇത് ഉള്ളിലേക്ക് ഇവിടെ ഒന്ന് പതിച്ചടിക്കണം. എന്നിട്ട് ഇത് ഉള്ളിലേക്ക് മറിക്കുക. ഇതുപോലെ ഹുക്ക് ഇടാനുള്ളത്. അപ്പോൾ അത് രണ്ടും ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ ഇത് ഫ്രണ്ട് പീസ് സ്റ്റിച്ച് ചെയ്തെടുത്തു. അപ്പോൾ താഴെ ഹുക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ഈ പീസിൽ ഐയും വെച്ചിട്ടുണ്ട്. പിന്നെ ഇതുപോലെ ഒന്ന് ഹുക്ക് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് സ്ലീവ് ജോയിൻ ചെയ്യണം. അപ്പോൾ സ്ലീവ് നമുക്ക് ഈ ലൈനിങ് മെറ്റീരിയൽ സ്ലീവിൻ്റെ അളവിൽ തന്നെയാണല്ലോ നമ്മൾ കട്ട് ചെയ്തെടുത്തിരുന്നത്. എന്നിട്ട് സ്ലീവിനെ ഇതുപോലെ എടുക്കുക. എന്നിട്ട് ഈ നല്ല വശത്തിൻ്റെ മുകളിൽ ഇതിൻ്റെ ജോയിൻ ചെയ്ത ഭാഗമുണ്ടല്ലോ അതിങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇവിടെ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ മറിച്ചതിന് ശേഷം അരികു ചേർത്ത് ഇതിന് മുകളിലൂടെ സ്റ്റിച്ച് ചെയ്യണം. നമ്മളുടെ സ്ലീവ് ഇതുപോലെ കണ്ടോ മറിച്ചിട്ടിട്ട് അതിൻ്റെ മുകളിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഇവിടെ ഒരേപോലെ ആക്കി എടുത്തു. എന്നിട്ട് ഇതിങ്ങനെ നേരെ വയ്ക്കുക. അതുപോലെ തന്നെ മറ്റേ സ്ലീവ് ഇതിന് മുകളിലേക്ക് നല്ല വശം വയ്ക്കുക. നല്ല വശം ഇതുപോലെ വെച്ച് ഇതിൻ്റെ സെൻറ്റർ തമ്മിൽ ഒപ്പം വയ്ക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് അല്പം കുഴിച്ച് വെട്ടാനുണ്ട്. നമ്മൾ കൈയുടെ ഒരു ഇഞ്ച് താഴേക്ക് ഇറക്കിയിട്ട് ഇവിടെ നിന്നും ഒരു 1/2 ഇഞ്ച് ഇങ്ങോട്ടേക്ക് നീക്കിയിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ട് പീസിൽ വരുത്തേണ്ടത്. ഈ വശമാണ് ഫ്രണ്ട് പീസിൽ വരേണ്ടത്. അപ്പോൾ ഇനി ഇത് നമ്മളുടെ ജോയിൻ ചെയ്യാനുള്ള ഭാഗം എടുക്കുക. കൈ അപ്പോൾ ഇവിടെ ഈ ഫ്രണ്ട് പീസ് കണ്ടോ, ഈ ഫ്രണ്ട് പീസിലേക്ക് ഇത് ഇങ്ങനെ വരും കണ്ടോ. അപ്പോൾ നമ്മൾ ഈ സെൻറ്റർ ഇതിൻ്റെ ഷോൾഡറിൻ്റെ സെൻറ്ററുമായിട്ട് ഇതുപോലെ വെച്ചിട്ട് ഇങ്ങോട്ടേക്കോ അങ്ങോട്ടേക്കോ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ സ്ലീവ് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വണ്ണം നമുക്ക് സ്ലീവിൻ്റെ വണ്ണം 12 ഇഞ്ചാണ്. ആ 12 ഇഞ്ച് ഇവിടെ വെച്ചിട്ട് ഇങ്ങോട്ടേക്ക് 6 ഇഞ്ചിൽ അടയാളപ്പെടുത്തണം. ഇനി നമുക്ക് താഴത്തെ വണ്ണം നോക്കണം. അത് 32 ഇഞ്ചാണ്. ആ 32 ഇഞ്ച് ഇവിടെ നിന്നും ഇങ്ങോട്ടേക്ക് 8 ഇഞ്ചാണ് വരിക. 8 4 32 അല്ലേ. ഇത് 4 പീസ് ഉണ്ടല്ലോ. അപ്പോൾ ഇവിടെ 32 ഒന്ന് അടയാളപ്പെടുത്തിട്ടോ. അതുപോലെ ഇത് രണ്ടും കൂടി ഒപ്പം വയ്ക്കുക. അപ്പോൾ ഇതുപോലെ ഒപ്പം വെച്ചതിന് ശേഷം 32 എവിടെയാണെന്ന് നോക്കുക. 8 ഇഞ്ച്, ആ 8 ഇഞ്ച് ഇവിടെ ഇങ്ങനെ ടേപ്പ് വെച്ച് ഇവിടെ വരും. ഇനി ഇതൊന്നുമല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ 2 ഇഞ്ചാണ് തയ്യൽ തുമ്പ് കൊടുത്തിരുന്നത്. ആ 2 ഇഞ്ച് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് അളന്നാലും മതി. ഇങ്ങനെ അളന്നിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആയിരിക്കും. ഇനി ഇവിടെ നിന്നും 8 ഇഞ്ച് ഇവിടേക്ക്, എന്നിട്ട് ഇത് തമ്മിൽ ഒപ്പം വയ്ക്കുക. ഇവിടെ നിന്നും ഈ 12 ഇഞ്ചിലേക്ക് അടിച്ചു വരിക. നമ്മുടെ ഈ ലൈൻ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ, ഇതിലൂടെ ഇങ്ങോട്ടേക്ക് സ്ലീവ് വഴി ഇങ്ങോട്ടേക്ക് അടിച്ചു വരിക. ബ്ലൗസ് സ്റ്റിച്ചിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.